ഹായ്, ജോഫി ജ്യൂസാണ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നത് മലയാളത്തിലൊരു ക്ലാസ് മൂവി കണ്ട അതിൻ്റെ നിർവൃതിയിലിരിക്കുകയാണ്. മഹേഷ് നാരായണനെ സമ്മതിച്ചു. കാസ്റ്റിംഗ് എന്നൊക്കെ പറയാനുണ്ടല്ലോ. ഈ പടം ഇറങ്ങുന്നേക്കാളും മുമ്പ് അതിൻ്റെ കുറച്ച് പരസ്യങ്ങളൊക്കെ തന്നപ്പോൾ പ്രകാശ് വർമ്മയൊക്കെ അഭിനയിച്ചിട്ട് കുറച്ച് ഷോർട്ട് ഫിലിം പോലെ നമ്മളെ വെറുപ്പിച്ചുകൊണ്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അയ്യോ പടം ഹിറ്റാകുമോ, അതുപോലെ വെടിവെപ്പൊക്കെ കണ്ടപ്പോൾ നമ്മൾ മലയാളികൾക്ക് ദഹിക്കുമോ, അല്ലെങ്കിൽ മലയാളികൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മേളിലുള്ള ക്ലാസ്സിലേക്ക് പടം പോയാൽ മലയാളികൾ ദഹിച്ചെടുക്കുമോ എന്നൊക്കെ. പക്ഷേ അടിപൊളി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം എന്നൊന്നും ഇപ്പോഴും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് രസിച്ചു. റൊമാൻറ്റിഫിക്കേഷൻ, അടിച്ചുപൊളി എല്ലാം ഉള്ള ഒരു സൂപ്പർ പടം. ഞാൻ എപ്പോഴും നമ്മൾ ചിന്തിക്കില്ലേ, മറ്റു ഭാഷകളിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് പടം കിട്ടുന്നില്ല എന്ന്. അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഈ പടം. അപ്പോഴും ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഹരികൃഷ്ണൻസ് ആയിക്കോട്ടെ, 2020 ആയിക്കോട്ടെ, രണ്ടുപേർക്കും ഒരേ സമയം ഒരേ കറക്റ്റ് സ്ക്രീൻ പ്രസൻസ് കൊടുക്കുക, പാട്ട് കൊടുക്കുക, ഇടി കൊടുക്കുക, ഡയലോഗ് കൊടുക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ച് മമ്മൂട്ടിക്കും മോഹൻലാലിനും തുല്യ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ആ ചിന്താഗതിയായിട്ട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലാലാട്ടം മീശ പിരിക്കും, മുണ്ട് മടക്കി കുത്തും എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. പക്ഷേ ഒരു ക്ലാസ് പടം കാണാനായിട്ട് ഇവരെ ഇൻട്രോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ അവസരം തന്നില്ല, അല്ലെങ്കിൽ ഒന്നും വേണ്ട, എല്ലാവരും ഫോണും പിടിച്ചിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. സിനിമ തുടങ്ങി കഴിഞ്ഞാൽ സിനിമയുടെ പേര് എഴുതി കാണിക്കുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവത്തിനും സമയം കൊടുക്കാത്ത ഒരു സിനിമ. എന്താ വെച്ചാൽ പടപടയെന്ന് പറഞ്ഞ എഡിറ്റിങ് നമ്മുടെ ചെക്കൻ തന്നെയാണ്, ഡയറക്ടറും പിന്നെ ഒരു രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളും കൂടിയിട്ടാണ് ഈ പടത്തിൻ്റെ എഡിറ്റിങ്. ഇവർ രണ്ടുപേരും കൂടെ പടം കൂടെ തുടങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് ഫസ്റ്റ് ഗിയറിലിട്ട്, സെക്കൻഡിലിട്ട്, തേർഡിലിട്ട്, ഇൻ്റർവെല്ല് കഴിയുമ്പോഴേക്കൊക്കെ പടം ബും എന്ന് പറഞ്ഞൊരു പൂക്കുറ്റി പോലെ പോകുന്നത്. ഒന്നും പറയാനില്ല. ഞാൻ ഭയങ്കരമായിട്ട് രസിച്ച് കണ്ട പടമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മഹേഷ് നാരായണനെ സമ്മതിക്കുന്നത് കാസ്റ്റിങ്. മമ്മൂട്ടിയിൽ കൂടി ഇങ്ങനെ പോയി, മോഹൻലാലിൽ കൂടെ മമ്മൂട്ടി തുറന്നു കൊടുത്ത വാതിൽ കൂടെ മോഹൻലാൽ ഇങ്ങനെ പോയി, കുഞ്ചാക്കോ ബോബൻ ഫഹദ് വാസിലിൽ ഇങ്ങനെ തട്ടിത്തടഞ്ഞ് അവസാനം ക്ലൈമാക്സിലെത്തുമ്പോൾ ഫഹദിൻ്റെ മരണ അഭിനയം. ഫഹദ് വാസിലിനൊക്കെ നമ്മൾ എന്തൊക്കെയാണ് കൊതിക്കുന്നത് അതൊക്കെ ഈ സിനിമയിലുണ്ട്. ഒന്നും പറയാനില്ല. തിയേറ്ററിൽ പോയി തന്നെ കാണാം. ക്യാമറ പ്രിൻ്റൊക്കെ കണ്ട് നിങ്ങൾ ചമ്മാ നിൽക്കരുത്. അടിപൊളി. കുറേ കാലത്തിന് ശേഷം ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് മടിയൊക്കെ തീർത്ത് വന്ന സുഷിൻ ശ്യാം തകർത്ത് തിമിർത്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ രസം. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ലൈമാക്സ് അല്ല, ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഈ പടം കൊണ്ടു നിർത്തുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഒരു ഹെവൻലി ഫീൽ കൊടുത്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനം, എന്ത് ഫീലാണെന്നറിയോ. അതുപോലെ നമ്മുടെ ലാലേട്ടനെയൊക്കെ കാണിക്കുമ്പോൾ അടിക്കുന്ന അടികൾ, തിയേറ്ററൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഞാൻ സുഷിൻ്റെ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആസ്വദിച്ചേക്കുന്നത് പണ്ട് നമ്മുടെ രോമാഞ്ച സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തേക്കുന്നതാണ്. അതുപോലെയൊക്കെ സുഷിനും നിറഞ്ഞാടിയേക്കുന്നു എല്ലാവരും. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര, ദർശന, പിന്നെ രാജീവ്, പിന്നെ കുഞ്ചാക്കോ, ഫഹദ്, ഈ പടത്തിലെ ഒരു സെക്യൂരിറ്റിക്കാരൻ അല്ലെങ്കിൽ പട്ടാളക്കാരൻ എന്ന് വേണ്ട എല്ലാവർക്കും കറക്റ്റ് കാസ്റ്റിങ്. പിന്നെ പടം തുടങ്ങി അപ്പോൾ തന്നെ കുറേ സീനുകൾ, ഇപ്പോൾ ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സീനാണെങ്കിൽ നമ്മൾ ഇതുവരെ ടെൻഷൻ അടിച്ച് ഇതേപോലെ ഇരുന്നിട്ടില്ല. അതുപോലെ കൊണ്ടുവന്ന് ലാൻഡിങ്, ക്ലൈമാക്സിലെ ഫൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിലൊരു നല്ലൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൽ ഞാൻ അറിയാതെ എൻ്റെയൊക്കെ കണ്ണൊക്കെ പതുക്കെ ഒന്ന് ഈറനണിഞ്ഞു. എന്താ വെച്ചാൽ നല്ല രസമുള്ള ഫൈറ്റ്. ആ ഫൈറ്റ് അവസാനിക്കുമ്പോഴേക്കും നമുക്കൊന്ന് സങ്കടകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫൈറ്റ്. മമ്മൂട്ടി മോഹൻലാലായിട്ടുള്ള കുറേ ഡയലോഗ്സ് ഒക്കെ എന്നെ ഒന്ന് ഹുക്ക് ചെയ്തു. നമുക്കൊരു സങ്കടം വരുന്ന കുറേ ഡയലോഗ്സ്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിക്കാത്ത കഥ. മലയാള സിനിമ ഇതുവരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ, ഇങ്ങനെ പോയി അങ്ങനെയും അങ്ങനെ പോയി ഇങ്ങനെയാവുമെന്ന്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കഥ. ക്ലൈമാക്സ് ഒക്കെ ലാൻഡ് ചെയ്യുന്നത്, അതായത് തുടക്കത്തിൽ ഒരു സീൻ എടുത്തിട്ട് ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഫഹദ് കൊണ്ടുവന്ന ക്ലൈമാക്സ് ഒക്കെ അവസാനിപ്പിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഇങ്ങനെ പൊളിച്ച് നിൽക്കട്ടെ. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് സീൻ. ഒന്നും പറയാനില്ല. എനിക്ക് ഇനിയൊരു ചാൻസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പടം രണ്ടാമതും കാണാൻ പോകും. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇത് എല്ലാവരും എൻജോയ് ചെയ്യണം എന്നൊക്കെ വാശി പിടിച്ച് പോയി കാണാൻ പറ്റുന്ന പടമൊന്നുമല്ല. ഒരു രീതിയിലും ഫാൻസിന് വേണ്ടിയിട്ട് സ്ലോ മോഷനോ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ, അല്ലെങ്കിൽ വരുമ്പോൾ പൂ തലയിലേക്ക് വീഴലോ, അല്ലെങ്കിൽ ഒരു ഐറ്റം ഡാൻസോ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. നമുക്ക് പടത്തിൽ കുറ്റം പറയാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 99% പെർഫെക്റ്റ് മൂവി. എനിക്ക് 1-2 സീനുകൾ ഇഷ്ടപ്പെടാതെ തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫഹദ് ഫാസിലിൻ്റെ ഒക്കെ ചെറുപ്പം കാണിക്കുമ്പോൾ ഗ്രാഫിക്സ് ഒക്കെ വെച്ച് മറ്റേ ഏജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ടച്ചപ്പ് ചെയ്ത് ഫോട്ടോഷോപ്പിലും മറ്റേ ടച്ച് ചെയ്ത പോലെയൊക്കെ 1-2 സെക്കൻഡുകൾ കുറച്ച്
അതല്ലാതെ നമുക്ക് ഒന്നും പറയാനില്ല. വിദേശ രാജ്യങ്ങളിലെ ഷൂട്ടായിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ ഷൂട്ടായിക്കോട്ടെ, എല്ലാം എന്ത് രസമായിട്ട് എടുത്തേക്കുന്നത് അറിയാം. ആരും ഈ പറഞ്ഞ പോലെ ഉന്തിത്തള്ളി നിൽക്കാനോ മുഴച്ചു നിൽക്കാനോ നോക്കിയിട്ടില്ല. എല്ലാ ക്യാരക്ടറിനെയും കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളി. ഈ പടം തുടങ്ങി കുറെ കഴിയുമ്പോഴേക്കും നമ്മുടെ മോഹൻലാൽ ഫാൻസ് ആയിക്കോട്ടെ, മമ്മൂട്ടി ഫാൻസ് ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് കുറെ കഴിയുമ്പോൾ ഞങ്ങളുടെ ലാലേട്ടനെ ഇടറ എന്നൊക്കെ നാട്ടിൽ എന്തായാലും ഉറപ്പായിരിക്കും ചോദ്യം വരുന്ന ഉറപ്പാണ്. പക്ഷെ നമ്മള് കുറെ കഴിയുമ്പോഴേക്കും ലാലേട്ടനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സങ്കടം വരും. പക്ഷെ ലാലേട്ടൻ വന്ന് കയറിയതിന് ശേഷം ഉണ്ടല്ലോ പടം പോണും പോക്കൊക്കെ വേറെ ലെവലിലേക്ക് കേട്ടോ. നമ്മൾ ഈ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തോക്കും വെടിവെപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കോ പടം ആ ലെവലിലേക്ക് പോകുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അത്രയ്ക്കൊക്കെ മലയാള സിനിമയായോ. നമ്മുടെ 1-2 ഫ്രണ്ട്സിനോട് നമുക്ക് ഫസ്റ്റ് ഷോ കാണാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഈ പടം നമുക്ക് കാണാൻ പറ്റിയ പടമാണോ, ലാലേട്ടൻ ഇതിൽ നാടൻ വേഷമൊന്നും അല്ല, ഇത്തിരി വേറെ ലെവലാണ്, സീക്രട്ട് ഏജന്റ് ആ ലെവലിലേക്കൊക്കെ പോയി ചിലപ്പോൾ പൊളിയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ മഹേഷ് നാരായണനെ കണ്ട് അത്രയും മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുക ആള്, എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ നമ്മളുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അങ്ങനത്തെ സീനുകളൊക്കെ പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ കറക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൊമാൻറ്റിഫിക്കേഷൻ സീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. മമ്മൂട്ടി അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ലാലേട്ടനോട് ഇങ്ങനെ കാണിക്കുന്നു, പിന്നെ ലാലേട്ട ഏറ്റെടുത്തൊരു പൂരപ്പറമ്പാക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് ആർമാദിക്കായിട്ട് സുഷിനൊക്കെ മോഹൻലാലിനൊക്കെ കിട്ടി കഴിയുമ്പോഴേക്കും അങ്ങോട്ട് അടിച്ചറിഞ്ഞും പുറഞ്ഞൊക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് ഇങ്ങോട്ട് ക്ലാസ്. പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മഹേഷ് നാരായണന്റെ മൂവികളുടെയൊക്കെ ഒരു ടോണില്ലേ, ഒരു നല്ലൊരു കളർ ടോണൊക്കെ വെച്ച് തുടങ്ങി ഒരു ഡോക്യുമെന്ററി സെറ്റപ്പിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറി നമ്മളെയും കൊണ്ട് ഫഹദ് ഒരു ഫൈറ്റർ വിമാനത്തിൽ കയറി എൻ്റെ അതിനൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന സെറ്റപ്പുകൾ, ഗ്രാഫിക്സ് ആയിക്കോട്ടെ, വിഷ്വൽ എഫക്ട്സ് ആയിക്കോട്ടെ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നും കുറ്റം പറയാനില്ല. ഇതിന്റെ കഥാരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഇതുവരെ പരിചയിക്കാത്ത, അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും വായിക്കുന്ന നമ്മുടെ ഫോണുകളിലെയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന വേറൊരു ശക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവത്തിനെ പിടിച്ചിട്ട് പോകുന്ന കഥ, അത് ഇന്ത്യൻ മിലിറ്ററിനെയൊക്കെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ഡിഫൻസിനെയൊക്കെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു കഥ, അതൊക്കെ അത്രയും ഹൈ ക്വാളിറ്റിയിൽ. ഇപ്പൊ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിനൊക്കെ വേണ്ട തീവ്രതയൊക്കെയുള്ള സീനുകളും ഷോട്ടുകളും ഒക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയതും മലയാള സിനിമ തന്നെയാണോ, എന്ത് രസമായിട്ട് എടുത്തേക്കുന്നത്, എല്ലാം ഭയങ്കര ക്ലാസ്സാണ്. നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് എല്ലാവർക്കും അതുപോലെ ദഹിച്ചേക്കണം എന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയത് ലാലേട്ടൻ വന്ന് പടം ഇന്റർവെല്ലിന് ശേഷമൊക്കെ ഫുൾ കയ്യടി. നമുക്ക് കുറേ സീനുകളൊക്കെ എനിക്ക് സങ്കടം വരും, അങ്ങനത്തെ നല്ല രസമുള്ള ഹാർട്ട് ടച്ചിങ് മൂവ്മെന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. ലാലേട്ടനൊക്കെ വന്നു കഴിഞ്ഞിട്ട് തിയേറ്റർ, പിന്നെ നാട്ടിലെ തിയേറ്റർ പറയണ്ടല്ലോ, ഇവിടെ തന്നെ ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പൊ നാട്ടിലൊക്കെ ആഘോഷമായിരിക്കും. ഉറപ്പായിട്ട് ഈ വർഷത്തെ മികച്ച ചിത്രങ്ങൾ, ഈ വർഷത്തെ അല്ല മലയാള സിനിമയിലെ മികച്ച ചിത്രങ്ങൾ, ഇങ്ങനെ കുറേ സ്റ്റാർസ് വരുന്ന ഒരു സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ക്ലാസ് ഉള്ള മൂവി, ഇപ്പൊ 2020 ആയിക്കോട്ടെ, നമ്മുടെ ഹരികൃഷ്ണസ് ആയിക്കോട്ടെ, അതൊക്കെ പോകുന്നത് വേറൊരു പാതയിൽ കൂടിയാണെങ്കിൽ, അതൊക്കെ ഒരു കൊമേഴ്സ്യൽ മൂവി ആണെങ്കിൽ, ഇത് പോകുന്നത് ഈ പടത്തിന്റെ കഥ അല്ലെങ്കിൽ ഈ പടത്തിന്റെ ക്യാരക്ടേഴ്സ് കൊണ്ടുപോകുന്ന സംഭവമാണ്. അല്ലാതെ ഈ നടന് ഇത്ര സ്പേസ് കൊടുക്കണം, ഈ നടന് പാട്ട് വേണം, ഡാൻസ് വേണം, അങ്ങനെ ഒന്നും പറയുന്നില്ല. നല്ല രസമായിട്ട് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രണ്ടാമതും കാണാൻ പോകും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അടിപൊളിയായി. എനിക്കൊരു സങ്കടം തോന്നിയത്, ഈ പടം കാണുന്നേക്കാൾ മുമ്പ് മഞ്ജു വാര്യർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ റോൾ കൊടുക്കരുത്, അല്ലെങ്കിൽ പാർവതി തിരുവോത്തൊക്കെ ഇവന്റെ മിക്ക പടങ്ങളിലും ഉള്ളതാണല്ലോ മഹേഷ് നാരായണന്റെ, ഇവരൊന്നും ഈ പടത്തിലില്ല കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്ര വലിയ പടമല്ല, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ റോൾ കൊടുക്കരുത് എന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സിദ്ദിഖിന്റെ മകനോ, അവരൊക്കെ നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. നമുക്ക് ആരൊക്കെ പറയാം, ആരൊക്കെ വിട്ടുപോയെന്നൊന്നും പറയാൻ പറ്റില്ല. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അടിപൊളി. ഇന്ദ്രൻസ് ഒക്കെ വന്ന് കയറുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ആ ഇന്ദ്രൻസിന്റെ ആ നിഷ്കളങ്കം അല്ലെങ്കിൽ ഇന്ദ്രൻസിന്റെ ഒക്കെ സീനൊക്കെ വരുമ്പോൾ റൊമാൻറ്റിഫിക്കേഷന്റെ ഒക്കെ പീക്കിലേക്ക് എത്തുന്ന സീനുകളാണ് കേട്ടോ. ലാലേട്ടൻ വരുമ്പോഴാണ് ഈ റൊമാൻറ്റിഫിക്കേഷൻ കൂടുതൽ. അപ്പോഴേക്കാണ് തിയേറ്ററൊക്കെ അങ്ങോട്ട് ഓളം വെക്കുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി, മനസ്സ് നിറഞ്ഞു. ഞാൻ ശരിക്കും ആസ്വദിച്ച പടമാണ്. എനിക്കിപ്പോഴും ശരിക്കും മിസ് ചെയ്യാണ് നാട്ടിലൊക്കെ ഇരുന്ന് ഈ പടം കാണണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം. ഇവിടെ ആയതുകൊണ്ട് ആൾക്കാരങ്ങോട്ട് ഉറഞ്ഞു തുള്ളുന്നില്ല, അല്ലെങ്കിൽ ഫാൻസൊക്കെ കണ്ട് അറിഞ്ഞ് അടിച്ചു പൊളിക്കുന്നില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇവിടെ ഇംഗ്ലണ്ട് ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ നാട്ടിൽ എനിക്കറിയാം, ഇപ്പോൾ നാട്ടിലെ പടം അങ്ങോട്ട് ഈ ആഴ്ച കൊണ്ട് തന്നെ കോടി ക്ലബ്ബുകളിൽ കയറാനുള്ള പടമുണ്ട്. ഇത് മിക്ക ഭാഷകളിലേക്കൊക്കെ ചിലപ്പോൾ ഇനി മൊഴി മാറ്റിയൊക്കെ വരാം. അത്രയും ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർ ചേസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മമ്മൂട്ടിയുടെ ഫൈറ്റൊക്കെ നമുക്ക് ചെറിയൊരു എങ്കോണിപ്പൊക്കെ തോന്നിയെങ്കിലും ലാലേട്ടൻ ആ കുറവുകളൊക്കെ നികത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായിട്ട്
ഈ സിനിമയെ സമ്മതിച്ചേ പറ്റൂ. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. ക്യാമറ പ്രിൻ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ പടപ്പും അതിൻ്റെ ഇടിയൊക്കെ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതും പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, മമ്മൂട്ടി മോഹൻലാലിൻ്റെ ആ കോമ്പിനേഷൻ സീനുകളൊക്കെ ശരിക്കും നമുക്ക് സങ്കടം വരുന്നത്. എനിക്ക് സങ്കടം വന്ന കുറേ സീനുകളുണ്ട് സെൻറ്റിമെൻ്റലായിട്ട്. പിന്നെ നമ്മളോട് ശരിക്കൊരു നമ്മുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു സീൻ ഈ പടത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടിട്ട് അപ്പോൾ നമ്മൾ തകർന്നു പോകും ആ സീനൊക്കെ കാണുമ്പോൾ. പക്ഷെ അത് ആ പടത്തിന് അനിവാര്യമായിരുന്നു. മമ്മൂട്ടിയും ലാലേട്ടനും മത്സരിച്ച് അഭിനയിച്ച് ചെയ്യുന്ന കുറച്ച് സീനുകളാണ്. ഈ പടത്തിൻ്റെ പറയാൻ വേണ്ടിയിട്ടുള്ള 5 ഡയലോഗ് ഇത്രയേ ഉള്ളൂ. അവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്ക് അറിയാമോ? ബ്ലാസ്റ്റ്. അത്രേ പറയുന്നുള്ളൂ. ബ്ലാസ്റ്റാണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. നിങ്ങൾ ശരിക്കും ആടിച്ച് പൊളിച്ച് ആസ്വദിക്കുന്ന പടമാണ്. ഇപ്പോഴും ഞാൻ പറയാം, മോഹൻലാലിൻ്റെ മറ്റേ മുണ്ട് മടക്കിക്കുത്ത് മീശിപ്പിരിക്കൽ താഴെ കിടക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് പോകരുത്. മലയാള സിനിമേനെ നെക്സ്റ്റ് ലെവലിലേക്ക് വയ്ക്കുന്ന ഒരു ക്ലാസ് പടമാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു 100% ഉറപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൂവി റിവ്യൂ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോഫി ജോസ്, കുരിശി ജംഗ്ഷന് വേണ്ടിയിട്ട്. താങ്ക്